പൂരത്തിനുള്ള സാമഗ്രികൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2:30 മണിയോടെ വൻ സ്ഫോടനമുണ്ടായതും അതിനെ തുടർന്ന് 13 പേർക്ക് ഔദ്യോഗികമായി പറഞ്ഞാൽ ജീവൻ നഷ്ടമായതും. മുണ്ടത്തിക്കോട് പാടശേഖരത്തിന് നടുവിലെ ആ തുരുത്തിൽ പൂരക്കാഴ്ചയ്ക്ക് വർണ്ണം നൽകാൻ കോപ്പുകൂട്ടുകയായിരുന്നു അവർ. രണ്ട് 40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത തിരി കത്തിയിട്ടുണ്ടാവും. ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറവ് ഷെഡ് പൊട്ടി. 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നത്. അജ്ഞാതമായ ഒരു തീപ്പൊരി മഹാസ്ഫോടനമായി മാറിയത് ഞൊടിയിടയിൽ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2:40 ആദ്യ സ്ഫോടനം. 40ഓളം പേർ പണിയെടുത്തിരുന്ന ഷെഡുകൾ തീഗോളം വിഴുങ്ങി. ഘോരശബ്ദത്തിൽ നാട് നടുങ്ങി. കട്ടകുത്തിയ പുകച്ചുരുളുകൾക്കിടയിൽ നിന്ന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. രക്ഷാപ്രവർത്തകർക്ക് വേഗത്തിലെത്താൻ ഇടുങ്ങിയ വഴി തടസ്സമായി. തുരുത്തിലേക്ക് ആരെയും അടുപ്പിക്കാതെ തുടരെ സ്ഫോടനങ്ങൾ. തീയണയ്ക്കൽ അഗ്നിരക്ഷാസേനയ്ക്ക് വലിയ വെല്ലുവിളിയായി. വാർത്തയറിഞ്ഞെത്തിയവർ നിസ്സഹായരായി പകച്ചുനിന്നു. പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ ബന്ധുക്കൾ. ചിതറിത്തെറിച്ച ജീവനുകളുമായാണ് രക്ഷാപ്രവർത്തകർ തുരുത്തിനു പുറത്തേക്ക് വന്നത്. കേരളത്തിന്റെ നെഞ്ചുലച്ച് മരണസംഖ്യ ഉയർന്നു. ജീവനോടെ രക്ഷിച്ചവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നാട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.